ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി കിളിക്കൂട് വിട്ടിറങ്ങുമ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു. എപ്പോഴും തല്ലും ബഹളവും ഉണ്ടാക്കുന്ന ഭാസ്കരൻ പോലും ഒന്ന് തേങ്ങി. സുധീഷിനെയാണ് കാണാൻ വയ്യാത്തത്. കൊച്ചു കുഞ്ഞിനെ പോലെ എണ്ണിപ്പെറുക്കി കരയുന്നുണ്ട് ആ പാവം. അങ്ങനെ രാത്രിയായി, എല്ലാവരും കിടക്കുന്നുണ്ട്. ആർക്കും ഉറക്കം വരുന്നില്ല. സുധീഷ് ആണെങ്കിൽ ഹോസ്റ്റലിന് മുന്നിൽ ഒരു ബലൂണിൽ ഐ ആം വെരി സോറി എന്നെഴുതി ഗേറ്റിന് പുറത്ത് കാവൽ നിൽക്കുന്നു. റൂംമേറ്റ് ജനലിലൂടെ ഇത് കണ്ടപ്പോൾ നിധിയും നോക്കി. സുധീഷ് ആണെന്ന് മനസ്സിലാക്കിയ നിധി ഗേറ്റിന് പുറത്തു വന്ന് സുധീഷിനോട് ഇങ്ങനെയുള്ള തട്ടിപ്പ് പരിപാടി നിർത്തണം എന്ന് പറയുമ്പോൾ സുധീഷ് ആ ബലൂൺ ആകാശത്തേക്ക് ഉയർത്തിവിടുന്നു. പിറ്റേന്ന് ഭാസ്കരനും വന്ന് നിധിയോട് പറയുന്നത്, സുധീഷ് വന്ന് അങ്ങനെ പെരുമാറിയതിന്റെ കാരണക്കാരൻ ഞാനാ മോളെ എന്ന് പറയുമ്പോൾ നിധി അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം നിധി ഓഫീസ് വിട്ടു വരുമ്പോൾ സുധീഷ് നിധിയോട് വഴിയിൽ വെച്ച് പറയുന്നത്, കുറ്റബോധം കൊണ്ട് ഞാനൊരു യന്ത്രം പോലെയായി എന്ന് പറയുന്നത് കേട്ട് നിധിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. രാത്രി ഒരു പ്ലക്കാർഡിൽ ഐ ആം വെരി വെരി സോറി എന്ന് എഴുതി വെച്ച് ഹോസ്റ്റലിന്റെ പുറത്ത് കാവലിരിക്കുന്നു. ഇതൊക്കെ കണ്ട നിധിക്ക് സഹികെട്ടു. ഒരു വൈകുന്നേരം നിധി റൂമിൽ വരുമ്പോൾ സുധീഷ് കണ്ണുമിഴിച്ച് നോക്കിയതും നിധിയെ പോലെ തോന്നി. വീണ്ടും വീണ്ടും കണ്ണ് തിരുമ്പുന്നത് കണ്ട് നിധി പറഞ്ഞു, ഹലോ, ഇത് ഞാൻ തന്നെയാ എന്ന്. അത് കേട്ടതും താൻ കാണുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയ സുധീഷ് വിശ്വസിക്കാനാവാതെ ബോധം കെട്ട് വീഴുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.